ഹലോ, ഞാൻ ഭവിത്. ഡിസൈൻ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സിറസ് എന്ന് പറഞ്ഞൊരു കിയയുടെ പുതിയ വെഹിക്കിളാണ്. ഏകദേശം 11 lakh മുതൽ 22 lakhs വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. അതായത് പെട്രോൾ മാനുവൽ മുതൽ ഡീസൽ ഓട്ടോമാറ്റിക് വരെ. ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സിറസ് എന്ന് പറഞ്ഞ വെഹിക്കിളിന് ഒരു ടോൾ ബോർഡ് ഡിസൈനാണ്. ഇതിൻ്റെ ചേഞ്ചസ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും കുറച്ച് താഴത്തോട്ടാണ്. ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ മിക്കവാറും ഒരു ഹിറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒരു കോർണർ മിക്കവാറും ഹിറ്റ് ചെയ്യുക, അതൊന്ന് നോക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ DRലാണ് ഈ വേർട്ടിക്കലായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ LED ഹെഡ് ലാംപ്സ് ആണ് ഈ 3 കാണുന്നത്. ഇവിടെ ഒരു സോളിഡ് ബിൽഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പൊതുവെ ഇവിടെ ഗ്രില്ലാണ് ഉണ്ടാവാറ്. അതിന് പകരം കുറച്ചും കൂടി സോളിഡ് ബോഡി പാർട്ടാണ് ഇവിടെ ഉള്ളത്. 2 ലെവലിലായിട്ട് അവർ ഈ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഡിഫറൻസ് വണ്ടിക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ കാണാൻ കഴിയും. എന്തായാലും വലിയൊരു ചേഞ്ചാണ് ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ കിയ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിൽവർ ഗാർണിഷൊക്കെ കുറച്ച് നല്ലൊരു ഭംഗി വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് കൊണ്ടുവരാൻ അടിയത്തെ ഗാർണിഷ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിയ പറയുന്നത് എന്താ വെച്ചാൽ ഫോണ്ടിൻ്റെ സൈസും സെൽറ്റോസിനെക്കാട്ടി കൂടുതൽ സൗകര്യം എന്നാണ്. അതിന് ചില കാരണങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോൾട്ടിൻ്റെ സൈസൊക്കെ അവർ കുറച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഷോറൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോണ്ട് സൈസൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കൂടാതെ 2 സ്ട്രീം ലൈൻസൊക്കെ വന്നിരിക്കുന്ന ഒരു മസിൽ ഈ ഒരു വെഹിക്കിളിന് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ചേഞ്ചാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ കിയ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചും കൂടി ടോൾ ബോയിഷ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഫാമിലിഷ് കാറായിട്ട് നമുക്ക് തോന്നും. ഫ്രണ്ടിൽ നിന്ന് ആ മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതിൻ്റെ 16 inch to 17 inch അലോയിലാണ് കിയ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിസൈനൊക്കെ കുറച്ചും കൂടി ട്രയാംഗിളിഷ് ഷേപ്പിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആ അലോയ് വീലിൻ്റെ ഡിസൈന്. എനിക്ക് തോന്നുന്നു വീൽ ബേസ് സോണറ്റിനെക്കാട്ടി കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അകത്ത് കൂടുതൽ സ്പേസ് ഉണ്ടെന്ന് കിയ പറയുന്നത്. നമ്മൾ അകത്ത് കയറി നോക്കിയിട്ടില്ല. കയറി നോക്കുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു തിക്ക് വീൽ ആർച്ച് ഷേപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. അതിനെല്ലാം ഒരു ബോക്സ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ വീൽ ആർച്ച് ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ മുന്നേ റിവ്യൂ ആയിട്ടുള്ള BE6 ആണെങ്കിലും കർവ് ആണെങ്കിലും അതുപോലെയുള്ള വെഹിക്കിൾസിന് ഉണ്ടാകുന്ന ആ പ്രശ്നം, അതായത് ചെളി പെട്ടെന്ന് പിടിക്കുന്നുള്ള പ്രശ്നം ഇതിന് കാണാൻ കഴിയില്ല. പിന്നെ ഗ്ലാസ് വിൻഡോ സൈസ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവേ ഈ ഒരു സ്പോർട്ടിഷ് ഫീലിംഗ് വരുത്താൻ വേണ്ടി ഈ ഒരു ആംഗിൾ എല്ലാ കാർ കമ്പനീസും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഗ്ലാസ് ഏരിയ കുറഞ്ഞിരിക്കും. പക്ഷേ സിറസിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസ് ഏരിയ കൂട്ടി തന്നെയായിട്ടിരിക്കുന്ന ആ ഒരു ബോക്സ് ഷേപ്പ് ഡിസൈൻ എല്ലാത്തിലും വരുന്നത് കൊണ്ട് തന്നെ അത് ഗ്ലാസ് ഏരിയയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വ്യൂയിങ് ഏരിയ അകത്തുനിന്ന് നമുക്ക് കിട്ടും. അത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും. ഇതിൻ്റെ B പില്ലറിൻ്റെ തിക്നെസ് നമുക്ക് എവിഡൻ്റ്ലി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഡിസൈനിൽ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. C പില്ലറിൻ്റെ ഇവിടെ കുറച്ചും കൂടെ ആ മാറ്റ് ഫിനിഷ് കാണാൻ കഴിയും. ആ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ്. D കുറച്ചും കൂടെ ബോഡി ലൈനിലോട്ട് വരും. എന്തായാലും നല്ലൊരു പ്രൊഫൈൽ തന്നെയാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ റോഡിൽ വരുമ്പോൾ ഈ ഒരു വെഹിക്കിൾ നമുക്ക് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് ബോഡിയുടെ കൂടെ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു പുഷ് ചെയ്ത് പുറത്ത് വരും, തുറക്കാൻ പറ്റും. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് എന്നാണ് പൊതുവെ ബാക്കി കമ്പനീസ് പറയാറുള്ളത്. ഇവരിതിനെ സ്ട്രീം ലൈൻ ഹാൻഡിൽ എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. പിന്നെ സൈഡ് പാർക്കിംഗ് സെൻസേഴ്സ് ഈ വെഹിക്കിളിൽ കിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാർണിവലിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഈ ഒരു വെഹിക്കിളിനെ അഡ്വാൻസ്ഡ് ആക്കി തീർത്തു എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇപ്പോൾ കിയയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിയ സിറോസ് തന്നെയാണ്. ഇതിൻ്റെ ഈ സൈഡ് ക്ലാഡിങ്ങിൽ സിൽവർ ഫിനിഷ് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഏകദേശം 195 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സൈഡ് ക്ലാഡിങ് ഇതിനെ ഒരു SUV ആക്കി തീർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഹാഷ് ബാക്ക് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് സോണറ്റിനെക്കാട്ടിയും ബെഡ്ത്തും സോണറ്റിനെക്കാട്ടിയും ഹൈറ്റും ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ മൊത്തം ഡിസൈൻ നോക്കണതിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഈ ഒരു ബോഡിയുടെ പ്രൊഫൈലാണെങ്കിലും ഭയങ്കര ഭംഗിയുണ്ട്. സിറസിന് ഇവിടെ ഒരു ലോഗോ കാണാൻ പറ്റും. കിയ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 360 ക്യാമറയുടെ ക്യാമറ ലോഗോ കാണാൻ കഴിയും. സൈഡിലാണെങ്കിൽ നമുക്ക് ആ ക്യാമറ കാണാൻ പറ്റുമായിരുന്നു. ആ ഗ്ലാസ് മിററിൻ്റെ താഴത്ത് ഇവിടെ അതിൻ്റെ ടെയിൽ ലാംപ്സ് വരുന്നത്. ഇതൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻ്റഗ്രേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ആ ഡിസൈനിൻ്റെ സ്വത്തും അതായത് ഇൻ്റഗ്രിറ്റി അവർ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈൻ സ്റ്റൈൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡിഫറൻസ് സ്റ്റൈൽ എവിടെയും നോക്കി കാണാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു ഡിക്കി തുറക്കുമ്പോൾ നമുക്ക് ആ സ്പേഷ്യസ് ഡിക്കി കാണാൻ കഴിയും. ഏകദേശം 465 ലിറ്ററാണ് ഈ ഒരു ഡിക്കി സ്പേസിൻ്റെ കപ്പാസിറ്റി. നമുക്ക് ചിലപ്പോൾ ബാഗ് എടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു സാധനം കുറച്ച് ഉയരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷേ ഈ ഒരു സീറ്റ് കുറച്ച് നമുക്ക് മുന്നോട്ട്
അടച്ചു വെച്ചാൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും. ഈ ഒരു ട്രേ ഒക്കെ ഭയങ്കര ചെറുതാണ്, നിങ്ങൾക്കത് ഇന്റീരിയർ കയറും മനസ്സിലാവും. അതായത് ബോണറ്റ് സ്പേസും ഈ ഒരു ബാക്കിലുള്ള ഏരിയ അവർ കുറച്ചുകൊണ്ടാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ ഭയങ്കര ക്ലീനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. എന്തായാലും ഇതിനകത്താണ് ഇവരുടെ സ്പെയർ ടയർ ഉള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ പറയാൻ നോക്കാം. കയറി ഇതാണ് എൻ്റെ കീ കേട്ടോ, ഈ കാണുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻഡ് ആയിട്ടുള്ള കീ ആണ്. ബട്ടൺസ് എല്ലാം സൈഡിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ആസ് എ യൂഷ്വൽ കിയ കീ. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ ബൾജുള്ള കിയ എന്നെഴുതിയ ഒരു ലോഗോ കാണാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ആക്കണമെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടായി. നല്ല ബ്യൂട്ടിഫുള്ളി പ്ലേസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആ ഒരു റാഡിക്കൽ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും ഇൻറ്റീരിയറിൽ. ഇതുവരെ കണ്ട കിയയിൽ കണ്ട സോണറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ ഡിസൈൻ അല്ല, കുറച്ച് വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ആസ് കിയ ഓൾവേസ് ഡസ്. ഈ ഒരു ആംഗുലർ ഡിസൈനൊക്കെ ഭയങ്കര രസം കേട്ടോ. നമുക്കപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെ തുടങ്ങാം. ഇതിന് ഡബിൾ ഡി കട്ട് ഡിസൈനാണ്. ഒരു ഇതുവരെ കാണാത്തൊരു സ്റ്റിയറിംഗ് ഡിസൈനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിയയുടെ ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും. ഇവിടെ നമ്മളുടെ കുറച്ച് AC-യുടെ മോഡ്സ് ഇവിടെ കാണാൻ കഴിയും. പിന്നെ കുറച്ച് കൺട്രോൾസ് എല്ലാം ലെഫ്റ്റിലും റൈറ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നോർമലാണ്. പക്ഷേ ഡ്രൈവ് മോഡ്സ് ഇപ്പം സ്റ്റിയറിംഗ് സൈഡിലോട്ട് വന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഡ്രൈവ് മോഡ് കാണാൻ കഴിയും. ഇവിടെ ട്രാക്ഷൻ മോഡ് കൺട്രോൾ ഇവിടെയുണ്ട്. അപ്പോൾ അതാണ് സ്റ്റിയറിങ്ങിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവർ കിയ പറയുന്നത് 30 ഇഞ്ച് സ്ക്രീനാണ് പറയുന്നതിന്. പക്ഷേ ഇത് ആക്ച്വലി 12.3-യുടെ 2 വലിയ സ്ക്രീനുകളാണ്. പിന്നെ 5 ഇഞ്ചിൻ്റെ ചെറിയൊരു സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും നടുക്കായിട്ട്. ഇവിടെയാണ് AC-യുടെ കൺട്രോൾസ് കാണാൻ കഴിയും. പക്ഷേ AC-യുടെ കൺട്രോൾ ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. ഇവിടെ ഫാനുണ്ട്, മോഡുണ്ട്, പിന്നെ നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ആക്കാം. ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾസും ഉണ്ട്. അപ്പം അത്രയാണ് ഇവിടെയുള്ളത്. ഇവിടെ നമ്മൾ സെറ്റപ്പ്, മീഡിയ, സെർച്ച്, മാപ്പ്, ഹോം എന്ന് പറഞ്ഞ കുറച്ച് ബട്ടൺസൊക്കെ കാണാൻ കഴിയും. അസാർട്ട് ബട്ടൺ ഇവിടെയാണ്. ഈ ഒരു ലൈൻ നമുക്ക് പോകുന്നത് കാണാൻ കഴിയും. ഇതാണ് AC വെൻസ് അല്ല അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു സ്കൂപ്പ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കോയിൻസോ ചെറിയ ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഈ ഒരു ഡിസൈനൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്ചറൊക്കെ കൊള്ളാം കേട്ടോ. ഒരു ക്രീം കളർ ടെക്സ്ചറൊക്കെ. ഇത് ക്രീം എന്ന് വെച്ചാൽ ഇത് ഡാർക്ക് ക്രീം, ഇത് ലൈറ്റ് ക്രീമുമാണ്. അപ്പോൾ ഒരു കോമ്പിനേഷനൊക്കെ കൊള്ളാം. ഒരു ഗ്ലോസി ഫിനിഷുള്ള സെൻട്രൽ പോർഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആ എൻഡ് ടു ഈ എൻഡ് വരുന്നുണ്ട്. പിന്നെ മുകളിലുള്ള ഈ ഭാഗം കേർവായിട്ട് താഴത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഡിസൈൻ ഇൻപുട്ടാണ്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാൻ പറ്റും. ഇത് നമുക്ക് പുഷ് ചെയ്ത് തുറക്കാൻ പറ്റും. ഇവിടെ C ചാർജർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർഷൻ ഉണ്ട്. നമുക്ക് ചാർജ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ടോ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഒന്നുമില്ല, വയർലെസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കിവിടെ വയർലെസ് ചാർജിങ് പോർഷൻ കാണാൻ പറ്റും. ഇതിനൊരു റീസൈക്കിൾ പ്ലാസ്റ്റിക്കിന് ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു നോർമൽ ഡിസൈൻ അല്ല കിയ ഫോളോ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടെ സിമ്പിളാണ്, കുറച്ചും കൂടെ സോൾഡാണ്. ആ ഒരു ബോക്സിഷ് ടൈപ്പ് ഓഫ് ഡിസൈൻ ഇവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിൽ ഒക്കെ കൊള്ളാം കേട്ടോ. ഇവിടെ നമുക്ക് പാർക്കുണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ലൈൻ നമുക്കിവിടെ പോകുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര ഡിസൈൻ ഇൻപുട്ടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് കൂട്ടുന്നതിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ ഉള്ളത്. ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ 360 ക്യാമറയുണ്ട്. ഇവിടെ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ശരിക്കും ബോട്ടിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമുക്ക് വേണമെങ്കിൽ പുഷ് ചെയ്തിട്ട് പുറത്തേക്ക് വരുത്താം. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എയർ പ്യൂരിഫയറിൻ്റെ ഒരു വെൻറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഡിസ്പ്ലേ ബാക്കിലാണുള്ളത്. ഇത് ഗ്ലൗ ബോക്സ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ വരുന്നത് ഇതും വലിയൊരു ഗ്ലൗ ബോക്സ് ആണ്. നമുക്ക് കുറച്ചധികം സാധനങ്ങൾ തമ്മിൽ അതിൽ വെക്കാൻ പറ്റും. ഇതിനകത്ത് ഹർമൻ ഗാർഡൻ്റെ 8 സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 1, 2, 3 ബോട്ടിൽ വേണമെങ്കിൽ വെക്കാൻ പറ്റും. കാണിക്കുന്ന 2 ബോട്ടിൽ നിന്നാണ്. ഓക്കെ, പക്ഷേ 3 ബോട്ടിൽ നമുക്ക് സ്മൂത്തായിട്ട് വെക്കാൻ പറ്റും. വലിയ 2 ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും. ഇവിടെ ഹർമൻ ഗാർഡൻ്റെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഒരു സിമ്പിളും ഒരു ഓറഞ്ച് ലൈനും ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ഹോൾഡ് ചെയ്യുക, നമുക്ക് അടയ്ക്കാം. ഓക്കെ, ഇതാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. ഈ ഭാഗത്ത് നമുക്കത് ക്ലോസപ്പായിട്ട് കാണാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മുകളിലുള്ള കൺട്രോൾസാണ്. ഇവിടെ ഒരു നമ്മൾ സൺഗ്ലാസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. അല്ല, നോർമലാണ്. ഇവിടെ നോർമലാണ്. ഇവിടെ കാര്യങ്ങളൊന്നും എക്സ്ട്രാ പറയാനില്ല. ഇവിടെ നമുക്ക് 4 ലൈറ്റ് കൺട്രോൾസ് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് പറയാം. പിന്നെ ഇതാണ് നമ്മളുടെ സൺറൂഫിൻ്റെ കൺട്രോൾ. നമുക്ക് എന്തെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് സൺറൂഫ് ഇങ്ങനെ തുറക്കാൻ പറ്റും. എന്തായാലും ഇക്കാര്യത്തിൽ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു സെറോസിൽ
കിയ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഹെഡ് റൂം കൂടിയത് കൊണ്ട് തന്നെ പൊതുവെ ആ ഒരു ഉയരം കുറവാണെന്ന് തോന്നൽ നമുക്ക് പൊതുവെ സൺ റൂഫ് വരുമ്പോൾ ഉയരം കുറവാണെന്ന് തോന്നൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡിസൈൻ സ്റ്റൈൽ നമുക്കത് ഫീൽ ചെയ്യില്ല. കാര്യം അത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട്. കാരണം ഇതിൻ്റെ ലെങ്ത്ത് തന്നെ ഇത്ര ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ പോകുന്നുണ്ട്. നമുക്കത് കാണാം. ബാക്കിലോട്ട് പോകുമ്പോൾ പനോറമിക് സൺ റൂഫ് എന്നാണ് ഇതിന് പറയാം. അതായത് നമുക്ക് ഫുൾ 360 വ്യൂവിൽ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും ഈ ഒരു സൺ റൂഫും കൂടി ഉള്ളത് കൊണ്ട്. നമുക്കിതിൻ്റെ ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ പറയാൻ പറ്റുമോ, ഇതിനെന്തായാലും സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. അതെന്തായാലും കിയയുടെ വെഹിക്കിൾ എല്ലാ വെഹിക്കിളിലും ഉണ്ടാവുന്നതാണ്. ഇപ്പം നമുക്കിവിടെ 3 കൺട്രോൾസ് ഉണ്ട് ഇവിടെ, എയർ ത്രോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ പിന്നോട്ട് കയറി നോക്കുമ്പോൾ ആ സ്ട്രീം ലൈൻ ഹാൻഡിൽ തുറന്നിട്ടാണ് ഞാൻ കയറുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഏകദേശം ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെയാണ് ബാക്കിലെ ഡോറുള്ളത്. വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഈ ബോട്ടിൽ ഹോൾഡർ ഒന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഒറ്റൊരു ബോട്ടിൽ മാത്രമേ ഇപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. കൺട്രോൾസ് എന്തായാലും ബാക്കിൽ റൈറ്റ് സൈഡിലെ വിൻഡോ ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഗ്രാബ് ചെയ്യാനുള്ള 2 പോർഷൻസ് കാണാൻ കഴിയും. ഇവിടെ ഇതൊരു സോഫ്റ്റ് ടച്ച് ലെതറായിട്ടാണ്. ഇവിടെയും ഈ ഒരു ക്രീം കളറിൽ കാണുന്നത് സോഫ്റ്റ് ടച്ച് ലെതർ മെറ്റീരിയലാണ്. അത് നമുക്ക് ഫ്രണ്ടിലും അതേപോലെ തന്നെയാണ്. ആ ഒരു സെപ്പറേഷൻ അവർ കാണിച്ചിട്ടില്ല. ഡ്രൈവർക്കും ബാക്കിലെ പാസഞ്ചർക്കും എല്ലാം ഒരേ കംഫർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് സീറ്റ് വെന്റിലേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഞാൻ ആ ബട്ടൺ കണ്ട് അപ്പോൾ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ബോട്ടം പാർട്ട് ഓഫ് സീറ്റിൻ്റെ ഭാഗത്ത് വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ തണുത്ത കാറ്റ് അടിയിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്വിച്ചസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹർമൻ ഗാർഡൻ്റെ സ്പീക്കർ അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് എല്ലാം ഈക്വലാണ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സൺഷെയ്ഡ് കട്ടൺ നമുക്ക് കാണാൻ പറ്റും. അതും നല്ലൊരു കാര്യമാണ്. അത് പൊതുവേ ഹയർ ആൻഡ് കാസിലൂടെ കാണാറുള്ളൂ. പക്ഷേ കിയയുടെ എല്ലാ റേഞ്ചസും നമുക്ക് ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ആഡ് ഓൺ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര നല്ലൊരു ഇൻപുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കിയയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത്. ഞാൻ ആ ക്യാമറ ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഈ ഒരു സീറ്റിൻ്റെ ഷേപ്പും ഡിസൈനും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ ഇതൊരു ലെതർ ഫിനിഷാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി പോറസ് ആയിട്ടുള്ള ലെതർ ഫിനിഷ് കാണാൻ പറ്റും. ഇത് രണ്ടും ക്രീം കളറാണ്. ഇത് ഗ്രേയിലോട്ട് വരും. ഇവിടെ ഒരു ഓറഞ്ച് ലൈൻ കാണാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ടിലെ സീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കിലെ സീറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിച്ചസൊക്കെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യിപ്പിക്കും കേട്ടോ. നല്ലൊരു ക്ലിയർ ഗുഡ് ഫിനിഷുള്ള ക്വാളിറ്റിയുള്ള സീറ്റ്സാണ് കിയയ്ക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം 3 പേർക്ക് സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യാം. ഹെഡ് റെസ്റ്റ് ഇവിടെയേ ഉള്ളൂ. ഓക്കെ, സീറ്റ് ബെൽറ്റ്സ് നമുക്ക് 3 പേർക്കും കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 60-40 സീറ്റ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറയാം. ഇത് ആക്ച്വലി നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും മുന്നോട്ടും പിന്നോട്ടും. കണ്ടോ, ഞാനിപ്പോൾ കുറേ മുന്നോട്ട് നിരുന്നു. എനിക്ക് എന്നാൽ പോലും ഇവിടെ ആ ഒരു ക്ലിയറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഈ സീറ്റ് ഇട്ടിരുന്നത്. എന്നാൽ പോലും എനിക്ക് ക്ലിയറൻസ് ഇവിടെയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ എനിക്കിത് ബാക്കിലോട്ട് തന്നെ സ്ലൈഡ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് റിക്ലൈൻ ചെയ്യാം ശരിക്കും. അതായത് ഇവിടുന്ന് മുതൽ അതുവരെ നമുക്ക് റിക്ലൈൻ ചെയ്യാം. അത്രയും സുഖമായിട്ട് നമുക്കിതിലിരുന്ന് പോകാൻ പറ്റും കേട്ടോ. ഇത് നമ്മളുടെ ഈ സെഗ്മെൻറ്റിൽ കിയ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് സീറ്റ്സ് വിൻസറിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊന്നൊക്കെ ഇൻസ്പയർഡ് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവും, അറിയില്ല. ഓക്കെ, പിന്നെ നമുക്കിതാ ഇവിടെ ഹാൻഡ് റെസ്റ്റ് കാണാൻ പറ്റും. എല്ലാ വെഹിക്കിളിലുള്ള പോലെ തന്നെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടിരുന്ന് പോവുകയും ചെയ്യാം 3 പേർക്ക്. ബാക്കിൽ ചെറിയൊരു ട്രേ ഉണ്ട്. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. എനിക്ക് തോന്നുന്നു സെൽറ്റോസിനെക്കാട്ടി കൂടുതൽ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ ബോണ്ടിൻ്റെ സൈസും കുറഞ്ഞ് ഈ ട്രെയിനിൻ്റെ സൈസും കുറഞ്ഞ് സീറ്റൊക്കെ ഭയങ്കര റിക്ലൈൻഡ് ആയിട്ട് വെച്ചു. ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പനോറമിക് സൺറൂഫ് ഇതുവരെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹെഡ് റൂമെ യാതൊരു വിധത്തിൽ ബാധിക്കുന്നില്ല ബാക്കിയുള്ള വെഹിക്കിൾസിനെ പോലെ. കാരണം ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ്. റൂഫ് ശരിക്കും ഫ്ലാറ്റാണ്. ആ ഒരു ആംഗിളോ അല്ലെങ്കിൽ കേവോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഈ വെഹിക്കിളിനകത്തുണ്ട്. അപ്പോൾ ഒരു ഫാമിലി എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങുന്ന ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സെഗ്മെൻറ്റിനെ നോട്ടം വെച്ചുകൊണ്ടാണ് ഈ വെഹിക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കിവിടെ സീറ്റിൻ്റെ ബാക്കിൽ വരുന്നതാണ് ഈ ഒരു ചെറിയൊരു പോക്കറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മളെ ഫോൺ വയ്ക്കാം. ഓക്കെ, സീറ്റിൻ്റെ ലെതറിൻ്റെ ഫിനിഷൊക്കെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ ഹർമൻ ഗാർഡൻ്റെ സ്പീക്കർ അവിടെ ആയിരിക്കുന്നത്. ഇവിടെ 2 AC വെൻസ് ഉണ്ട്. ഇത് എയർ പ്യൂരിഫയർ ആണ്. പിന്നെ ഇവിടെ 2 സീസ് കാണാൻ പറ്റും, ചാർജിങ് പോർട്സ്. ഇവിടെ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്കിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിന് ആക്ച്വലി 2 ടൈപ്പ് ഓഫ് എഞ്ചിനാണുള്ളത്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും പിന്നെ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനും. ഈ 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 120 PS പവറാണ്
പെട്രോൾ എഞ്ചിൻ കൊടുക്കുന്നത് 115 PS പവറാണ് ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ ഡ്രൈവ് തുടങ്ങി. ഇപ്പോൾ ഒരു 360 ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ കൂടെയുള്ള ജാസിറാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പം കൊണ്ടോട്ടി ഷോറൂമിലാണ് ഉള്ളത്. അപ്പോൾ ജാസിറിൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് വിളിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാം, വെഹിക്കിൾ കാണാൻ വരാം. എന്താണെന്ന് വെച്ചാൽ ആ നമ്പറിലോട്ട് വിളിച്ചൊന്ന് അന്വേഷിച്ച് വരാം. ഞാൻ കുറച്ച് കാലം ഈ ഒരു സിറോസ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ക്യാറ്റുണ്ട് ഇവിടെ, ഞാൻ ചവിട്ടി നോക്കുകയാണ്. ഇത് ആക്ച്വലി 250 Nm തരുന്ന 115 PS പവറുള്ള ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ ടോപ്പ് എൻഡാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഹൈ ആണ് കേട്ടോ ശരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ബോണറ്റ് കുറച്ച് താന്നു വരിക്കുന്നത്, അല്ലെങ്കിൽ ഡാഷ് കുറച്ച് താന്നു വരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു വിസിബിലിറ്റി എനിക്കുണ്ട്. അതൊരു കമാൻഡിങ് പൊസിഷനിലാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ഇരിക്കുന്നത്. ഇനീഷ്യൽ സൈഡിലുള്ള ടോർക്കൊക്കെ നല്ലതാണ്. നല്ല രസമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് വണ്ടി. പവർ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു സെഗ്മെൻറ്റ് ഇവർ ഡിഫൈൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഒരു പവർ ഇത് ശരിക്കും ഒരു സിറ്റിയിലേക്കാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കാറ്, ഇനീഷ്യൽ ടോക്ക് വരുന്ന കാറൊക്കെ നല്ലതാണ്. ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 17 km ഡീസൽ എഞ്ചിന് ഓട്ടോമാറ്റിക്കിന് ഇവർ പറയുന്നത്. 20 km അടുത്ത് മാനുവലും കിട്ടും. എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ വണ്ടി. ഈ ഡിസൈനിൻ്റെ ഈ ഒരു ലൈനൊക്കെ വരുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കട്ട് ലൈനൊക്കെ വരുന്നത് ആ 2 ഡിവിഷനായിട്ടൊക്കെ വെച്ചൊക്കെ നല്ലൊരു എന്താ പറയുക, സ്പോർട്ടി ലുക്ക് അകത്ത് കയറുമ്പോൾ കിട്ടുന്നുണ്ട്. പുറത്തൊരു ബോക്സ് ലുക്ക് ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് പൊസിഷനൊക്കെ ഇതിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ പൊതുവെ ഗ്ലാസിൻ്റെ ബാക്കൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റാറില്ലെന്ന് തോന്നുന്നു. ഈ ഒരു പോർഷൻ സിറോസിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ ഭാഗവും അത് കവർ ചെയ്ത് പോകും. അതൊക്കെ ഒരു യുണീക്ക് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ കംപ്ലീറ്റ് വ്യൂ കിട്ടാൻ ഈ കൈൻഡ് ഓഫ് ഡിസൈൻസിന് പറ്റും. കുറച്ചും കൂടെ സ്ലോപ്പ് കുറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയ കുറവാണെന്ന് തോന്നുമെങ്കിലും നമ്മളെ വിസിബിലിറ്റിയിൽ യാതൊരു കുറവ് വരുത്തിയിട്ടില്ല. പുറത്തുനിന്നുള്ള നോയ്സൊന്നും കാര്യമായിട്ട് കേൾക്കുന്നില്ല. അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു സഡൻ ടേൺ അപ്പ് എടുത്തത്. ഞാനിപ്പം കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ റോഡിലേക്കാണ് കയറിപ്പോകുന്നത്. ഞാൻ ഒന്ന് ഓവർടേക്ക് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ എന്തായാലും കീയുടെ കാര്യത്തിൽ പറയാനില്ലല്ലോ. അവർ ഓൾറെഡി ടെസ്റ്റഡ് ആണ്. കുറച്ച് കാലമായിട്ട് ഈ എഞ്ചിൻ ഓടുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഞാനിപ്പോൾ ഏത് മോഡലാണെന്ന് എനിക്കറിയില്ല. മോഡൊന്ന് മാറ്റി നോക്കാം. ഇപ്പോഴാണിത് സ്പോർട്ട് മോഡലായത്. ഇതുവരെ നോർമൽ മോഡലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വ്യത്യാസം റെസ്പോൺസിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിന് ആക്ച്വലി 3 മോഡുകളുണ്ട്. ഒന്ന് ഇക്കോ മോഡ്, ഒന്ന് നോർമൽ മോഡ്, പിന്നെ ഒന്ന് സ്പോർട്ട് മോഡ്. ആ 3 മോഡലിലെയും ചേഞ്ചസ് കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ പോവുക, അവിടെ നിന്ന് കാണിച്ചു തരാൻ പറയാം. ഞാനിപ്പോൾ മോഡൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റെഡിഷ് ഫിനിഷൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ അഗ്രസീവായിട്ട് 2 ലൈനൊക്കെ വെച്ചിട്ട് അതൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് സെൽറ്റോസിലേക്കുള്ളതുപോലെ തന്നെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇനീഷ്യലി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു അഡാസ് എക്സ്പീരിയൻസ് ഇതിലും എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സ്പേസ് ആണെങ്കിലും വിസിബിലിറ്റി ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഒക്കെ ബാക്കിലത്തെ ആൾക്കാണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം ദൂരം ഈ വണ്ടി ഓടിച്ചു. എന്തായാലും ഡിഫറൻസ് റോഡുകളിൽ നമുക്ക് ഈ സെറസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഈ വെഹിക്കിളിനെ പറ്റി പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാമർ സ്റ്റുഡിയോ എന്നുള്ള ചാനലിൽ ഇത്രയും കാലം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാനത് എൻ്റെ ഡിസൈൻ ഡ്രൈവ് എന്ന ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.